ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. രാവിലെ തന്നെ പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഈ 7:30ക്കാണ് കുർബാനയ്ക്ക് പോകുന്നത്. മുമ്പൊക്കെ 5:45 പോകുമായിരുന്നു. ഇപ്പോൾ 7:30ക്കാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ മാളുവിന് വേദോടെ 7:30ക്കാണ്. അപ്പം ഞങ്ങൾ 7:30 കുർബാനയ്ക്ക് പോയി മാളുവിന് ക്ലാസ്സിന് ഇറക്കാം. അത് കഴിഞ്ഞ് മാളു വേദോടം കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞങ്ങൾ കൂട്ടാൻ പോയാൽ മതി. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി ഞാനും മാളും അമലും കൂടെയാണ് പോകുന്നത് കേട്ടോ. അച്ഛനൊന്നും വരുന്നില്ല. അച്ഛന് തീരെ സുഖമില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് വരുന്നില്ല. മാളു ഒന്നുകൂടി ഒന്ന് പോയി ബൈക്കിൻ്റെ മിററിൽ സൗന്ദര്യം നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളി എത്താറായി. പള്ളി എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി. അപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് വണ്ടി കയറ്റിയില്ല കേട്ടോ. ഒന്ന് താഴെ വെച്ച് ഞങ്ങൾ കുർബാന കഴിഞ്ഞു അവിടെ ഇറങ്ങി താഴെ ബീഫ് വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആണല്ലോ. ഞായറാഴ്ച മാത്രമല്ല, പേത്രത്തെയാണ്. നാളെ നോമ്പ് തുടങ്ങുന്ന ദിവസമാണ്. അതുകൊണ്ട് എന്തായാലും ബീഫ് വാങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ ബീഫ് വാങ്ങാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് ചെന്നപ്പോഴേ പറഞ്ഞു, എനിക്ക് ബാന്തിൻ്റെ പീസ് വേണമെന്നേ. എന്നോട് ഫിൽജാൻ എപ്പോഴും പറയായിരുന്നു, ബീഫ് വാങ്ങാൻ പോകുമ്പോൾ ബാന്തിൻ്റെ പീസ് വാങ്ങണം, അതാണ് നല്ലതെന്ന്. വരയും സിനിമയിൽ നെടുനാരന് അടി കൂടുന്ന കാണത്തില്ലേ, അതാണ് സംഭവം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളാണ്. അപ്പം എനിക്ക് ചേട്ടൻ ബാന്തിൻ്റെ പീസൊക്കെ എടുത്തു തന്നു. അപ്പം എനിക്ക് ഇറച്ചി മേടിക്കാൻ പോകാനൊക്കെ മടിയായിരുന്നു ആദ്യമൊക്കെ കേട്ടോ. പക്ഷേ ഇപ്പം മടിയൊന്നുമില്ല. ഇപ്പം പോയി ശീലമായി, പോകാതെ പറ്റത്തില്ലല്ലോ. അതെല്ലാം ശീലമായി. മുമ്പൊന്നും വേറെ ആരും പെണ്ണുങ്ങളും ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ ആണുങ്ങളായിരിക്കും. പക്ഷെ ചെന്നാടെ ചേട്ടൻ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കപ്പ വാങ്ങാമെന്ന് വിചാരിച്ചു. കപ്പ വാങ്ങി. കപ്പയെല്ലാം വാങ്ങി വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. വീട്ടിലെ കുഴൽക്കിണറിന് സ്ഥാനം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ പിറകെ പോയി സ്ഥലമെല്ലാം കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ സ്ഥാനം കണ്ടു കേട്ടോ. അതങ്ങനെ കറങ്ങുന്ന കണ്ടോ. അപ്പോൾ സ്ഥാനം കണ്ടു. അവിടെ കുറ്റിയൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ നാളെ അത് കുഴിക്കാൻ വരും. അത് കഴിഞ്ഞിട്ട് മാളുവിനെ കരാട്ടയ്ക്ക് കൊണ്ടുവിടണമായിരുന്നു. ഞാനാണ് മാളുവിനെ കരാട്ടയ്ക്ക് കൊണ്ടുവിടുന്നത് കേട്ടോ. അങ്ങനെ ഞാനും മാളും കൂടെ പോവാണ് കേട്ടോ. ഞാൻ 4 വർഷം വർക്ക് ചെയ്തൊരു സ്കൂളിലാണ് കരാട്ട കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെയാണ് കരാട്ട നടത്തുന്നത്. അപ്പോൾ ഞാൻ അവളെ അവിടെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരും. പിന്നെ 12:30 ആകുമ്പോൾ കൂട്ടാൻ പോകണം. അങ്ങനെ തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനും അമലു ബീഫെല്ലാം നന്നായിട്ട് നുറുക്കി കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ചേരുവകളൊക്കെ ചേർത്ത് ഉള്ളിയെല്ലാം വഴറ്റി ഇഞ്ചിയും എല്ലാം ചേർക്കേണ്ട എല്ലാം ചേർത്ത് അത് അടുപ്പിലോട്ട് വെച്ച് കേട്ടോ. ഇനി അത് ചേർത്ത് എല്ലാം ആക്കി വെച്ച് കഴിഞ്ഞിട്ട് കപ്പയുടെ പരിപാടിക്ക് പോകാൻ അങ്ങനെ ഞാൻ കുക്കറൊക്കെ അടച്ചു വെച്ചു. ഇനി കപ്പ പൊളിക്കണം. അപ്പോൾ ഞങ്ങൾ കപ്പയെല്ലാം പൊളിച്ചു കൊത്തി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേവിച്ച് കഴിക്കട്ടെ കേട്ടോ.